എല്ലാവർക്കും നമസ്തേ. ഹാപ്പിനെസ് 90 ഡേയ്സ് ചലഞ്ചിലെ 2ാം ദിവസത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ പരിശോധിക്കുന്നത് നമ്മളിലെ അമിതമായ ചിന്തകളെ എങ്ങനെയാണ് നിർത്തുക എന്നുള്ളതാണ്. മനസ്സിനെ അറിയുമ്പോൾ ജീവിതം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ള ഓർമ്മപ്പെടുത്തലോടുകൂടി ഇന്നത്തെ ദിവസം സ്നേഹപൂർവ്വം നിങ്ങളേവരെയും ഹാപ്പിനെസ് മാസ്റ്ററിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോക്കൂ, മനുഷ്യ മനസ്സിൽ അമിത ചിന്തകൾ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് നിങ്ങളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ ചിന്ത വരും, പിന്നെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചിന്ത വരും, പിന്നെ അതിനോട് ചേർന്ന് ഒരു ഭയം വരും, പിന്നെ ഒരു പഴയ ഓർമ്മ വരും, പിന്നെ ഭാവിയെക്കുറിച്ചുള്ള കഥകൾ മെനയാൻ തുടങ്ങും. അങ്ങനെ ആ ഒരു ചെറിയ ചിന്ത വലിയൊരു ചിന്താവലയമായി മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ എല്ലാവർക്കും ഇന്നത്തെ ഈ ചലഞ്ചിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ഒരു പ്രധാന കാര്യം പഠിച്ചിരുന്നു. നമ്മൾ നമ്മുടെ ചിന്തകളല്ലെന്നും ചിന്തകളെ കാണാൻ കഴിയുന്നവർ മാത്രമാണ് നമ്മളെന്നും ആ തിരിച്ചറിവാണ് നമുക്കില്ലാതെ പോയതെന്നും ആ തിരിച്ചറിവ് ഇന്നലെ നമ്മൾ പ്രാവർത്തികമാക്കി. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടി ഇന്നലത്തെ വീണ്ടും കണ്ടേക്കുക. നിങ്ങൾ ഇന്നലെ എടുത്ത തീരുമാനത്തിൽ ഇപ്പോഴും നിങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുകൂടി നിങ്ങൾ പുനഃപരിശോധിക്കുക. വെറുതെ കേട്ടുപോകാനുള്ള ക്ലാസ്സുകളല്ല ഞാനിവിടെ നൽകുന്നത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. കാരണം തിരിച്ചറിവിൽ നിന്ന് മാത്രമാണ് ജീവിതം നിർണയിക്കപ്പെടുന്നത് എന്ന്. തിരിച്ചറിയാനും ആ തിരിച്ചറിഞ്ഞതിനെ സ്വീകരിക്കാനും നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ഇവിടെ ഇരുന്നുകൊണ്ട് സമയം കളയരുത് എന്നുള്ളൊരു അഭ്യർത്ഥന കൂടിയുണ്ട്. കാരണം ഓരോരുത്തരും അവരുടെ ജീവിതത്തിന്റെ ശില്പിയും നിർമ്മാതാവുമാണ്. ഇപ്പോൾ നിങ്ങൾ എന്തനുഭവിക്കുന്നു അത് നിങ്ങളായി ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും സത്യം അതാണ്. ആ സത്യത്തെ നിങ്ങൾക്ക് വേണമെങ്കിൽ അംഗീകരിക്കാതിരിക്കാം, അംഗീകരിക്കാം. തീരുമാനം അവിടെയും നിങ്ങളുടേത് മാത്രമാണ്. നോക്കൂ, പലരുടെയും ജീവിതത്തിൽ ദിവസവും നിശബ്ദമായി ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ അമിത ചിന്ത എന്ന് പറയുന്ന സംഭവം. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരാൾ വളരെ സമാധാനമായി കാണുന്നു, അല്ലെങ്കിൽ സാധാരണയായി കാണുന്നു. ചിരിക്കുന്നു, കളിക്കുന്നു, ജോലിക്ക് പോകുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, മറ്റുള്ളവരോട് സംസാരിക്കുന്നു, പക്ഷെ ഒക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും? ഒരേ ചിന്ത വീണ്ടും വീണ്ടും, ഒരേ ഭയം വീണ്ടും വീണ്ടും, ഒരേ ആകുലതകൾ വീണ്ടും വീണ്ടും. അവനങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അവരിങ്ങനെ ചെയ്തത് എന്തുകൊണ്ടായിരിക്കും? നാളെ എന്തെങ്കിലും തെറ്റിപ്പോയത് എന്ത് സംഭവിക്കും? എന്താകുമോ എൻ്റെ ഭാവി? ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ രാത്രി കിടക്കുമ്പോൾ ശരീരം ക്ഷീണിക്കുന്നു, പക്ഷെ മനസ്സുറങ്ങാൻ തയ്യാറാകുന്നില്ല. കണ്ണുകൾ അടയുന്നു, പക്ഷെ ചിന്തകൾ തുറക്കുന്നു. പഴയ സംഭവങ്ങൾ, ഭാവിയിലെ പേടികൾ, ബന്ധങ്ങളിലെ സംശയങ്ങൾ, പണത്തിൻ്റെ ആശങ്ക, ആരോഗ്യത്തെക്കുറിച്ചുള്ള ഭയമെല്ലാം വന്ന് മറിഞ്ഞ് തിരിഞ്ഞു കൊണ്ടിരിക്കുന്നു. അങ്ങനെയുണ്ടല്ലേ? അങ്ങനെ അനുഭവിച്ചവരാണോ നിങ്ങൾ? അങ്ങനെ അനുഭവിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലൊന്ന് പറഞ്ഞോളൂ. നിങ്ങൾ അങ്ങനെ അനുഭവിക്കുന്നവരാണെങ്കിൽ എനിക്ക് അമിത ചിന്തകൾ വരാറുണ്ട് എന്നുള്ള ഒന്ന് ടൈപ്പ് ചെയ്തോളൂ, പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. പോരട്ടെ, നോക്കട്ടെ നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്ന്. അതാണല്ലോ നമുക്ക് മനസ്സിലാവേണ്ടത്. അവർ ഉണ്ടോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. യെസ്, നോക്കട്ടെ. എത്ര പേര് എനിക്ക് അമിത ചിന്ത വരാറുണ്ട് എന്ന് സമ്മതിക്കുന്നവരുണ്ട്? എനിക്ക് അമിത ചിന്തകൾ വരാറുണ്ട് എന്ന് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യണം. കാരണം ആ വാക്ക് പറയുന്നതിലാണ് നിങ്ങളുടെ മാറ്റത്തിൻ്റെ തുടക്കം. എനിക്ക് അമിത ചിന്ത വരാറുണ്ട് എന്ന് നിങ്ങൾ സ്വന്തമായി പറയുന്ന നിമിഷം നിങ്ങളിൽ ആ സംഭവത്തിൻ്റെ അവെയർനെസ് സ്റ്റാർട്ട് ചെയ്യും. എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, എസ് നിങ്ങൾ അംഗീകരിക്കുന്നു. പക്ഷെ ഇവിടെയും വാക്കുകളുടെ ശക്തി അതിഗംഭീരമാണ്. അല്ലെങ്കിൽ സാധാരണ പറയാല്ലേ, വാക്കുകളുടെ ശക്തി അതിഭയാനകമാണ്. അല്ല, അത് രസമുള്ള കാര്യം, ഭയാനകമൊന്നുമല്ല, രസമുള്ള കാര്യമാണ്. അപ്പം അത് തന്നെ എഴുതണം.
ഒരുപാട് ഉദാഹരണങ്ങൾ വാക്കുകളുടെ ശക്തിയുമായിട്ട് ഞാൻ പറയാറുണ്ട്. വാക്കുകളുടെ ശക്തി, നമ്മളെന്താ പറയുന്നത്, നല്ല വാക്ക്, നല്ല രസമുണ്ടായിരുന്നു വാക്കുകൾ. ഓ, എന്തൊരു വാക്കാ, എന്ത് സംസാരമാണ് അവൻ്റെ. സന്തോഷത്തോട് വേണം പറയുമ്പോൾ എന്താണെന്നറിയോ, ഓ എന്താ അത് എന്ന് പറയും. അതുപോലെ ആവരുത്. ഇത് വാക്കുകൾ അത്രയും നമ്മൾ എന്താ പറയുക, അത്രയും സ്പഷ്ടമായി തന്നെ ഉപയോഗിക്കാൻ പഠിക്കണം. അപ്പോൾ ഇത് എഴുതി വരുമ്പോൾ നിങ്ങൾക്ക് തോന്നരുത് അയ്യോ അതെൻ്റെ ഒരു ബലഹീനതയാണോ എന്ന്. അല്ല, ഇത് മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു ധൈര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ വരാറുണ്ട് എന്ന് മനസ്സിനോട് നിങ്ങൾ തന്നെ സ്വയം അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ മാറ്റത്തിന് വേണ്ടി അവൻ തയ്യാറാകും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ ലളിതമായ ഒരു വിദ്യയാണ്. പക്ഷേ അത് ശരിയായി പ്രാക്ടീസ് ചെയ്താൽ അമിത ചിന്തയുടെ വേഗത്തെ കുറക്കാൻ നിങ്ങൾക്ക് കഴിയും. കാരണം അമിത ചിന്ത എന്നത് നിങ്ങൾ നിർത്താൻ കഴിയാത്തൊരു ശാപമായിട്ടൊന്നും കാണേണ്ട, അത് സാധിക്കുന്നത് തന്നെയാണ്. അത് മനസ്സ് പഠിച്ചെടുത്തൊരു ശീലം മാത്രമാണ്. പഠിച്ചെടുത്ത ശീലമാണെങ്കിൽ അത് മാറ്റാനും കഴിയും എന്ന് ഉറപ്പിക്കുക. അപ്പൊ അമിത ചിന്ത ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നേരത്തെ പറഞ്ഞു, ഒരു ചെറിയ ചിന്ത വരും, പിന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചിന്ത വരും, പിന്നെ അതിനോട് ചേർന്നൊരു ഭയം വരും, പിന്നെ ആ ഭയം പഴയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകും, പിന്നെ ഭാവിയിലേക്കുറിച്ചുള്ള കഥകൾ മെനയും. അങ്ങനെയാണ് ഒരു ചെറിയ ചിന്ത വലിയൊരു ചിന്താവലയമായി മാറുന്നത്. അവിടെയാണ് നമ്മൾ പെടുന്നത്. ഒരു ലൂപ്പിൽ ഇങ്ങനെ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഉദാഹരണത്തിന് പറഞ്ഞാൽ, നിങ്ങൾ ഒരാൾക്കൊരു മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. ഇപ്പോഴും നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ കേട്ടോ, അല്ലേ? അയാൾ നിങ്ങൾക്ക് മറുപടി അയച്ചില്ല. നമ്മൾ തൊട്ടടുത്ത നിമിഷത്തെ എന്ത് ചെയ്യും? മനസ്സിൽ പുതിയ കഥകൾ മെനയാൻ തുടങ്ങും. അയാൾ എന്നോട് ദേഷ്യത്തിലാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? അയ്യോ, ഈ ബന്ധമാകെ വഷളായോ? അവൻ എന്നോട് സങ്കടമാണോ? അങ്ങനെ 100 കാര്യങ്ങൾ മെനയും. പക്ഷെ യഥാർത്ഥത്തിൽ എന്തായിരിക്കും അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക? അയാൾ ചിലപ്പോൾ തിരക്കിലായിരിക്കും, അയാൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യത്തിൽ പെട്ടിട്ടുണ്ടാവും. ഇവിടെ മനസ്സ് മെനയുന്ന ആ കഥകൾ, ഇതാണ് അമിത ചിന്തയുടെ പ്രാധാന്യത്തെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് നിത്യവും സംഭവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, എൻ്റെ മനസ്സ് ചെറിയ കാര്യങ്ങളെ വലുതാക്കാറുണ്ട് എന്ന് നിങ്ങളൊന്ന് തിരിച്ചറിയുക. പുസ്തകത്തിൽ ഇന്ന് തന്നെ എഴുതി വെച്ചോളൂ, എൻ്റെ മനസ്സ് ചെറിയ കാര്യങ്ങളെ വലുതാക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഇതാണ്: അമിത ചിന്തയെ നേരിട്ട് അടക്കാൻ ശ്രമിക്കരുത്. ചിന്തിക്കരുത് എന്ന് മനസ്സിനോട് പറഞ്ഞാൽ മനസ്സത് തന്നെ കൂടുതൽ ചിന്തിക്കും. നിങ്ങൾ ഒരാളോട് അവിടേക്ക് നോക്കരുത് എന്ന് പറഞ്ഞാൽ ആദ്യം നോക്കുന്നത് അവിടെയല്ലേ? മനസ്സങ്ങനെ തന്നെയാണ്. നിങ്ങളോട് ഞാൻ പറയുന്നു, അടുത്ത 2 നിമിഷത്തിൽ നിങ്ങൾ കുരങ്ങിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. അപ്പോൾ ഇത് വളരെ ലളിതമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ ഈ സംഭവങ്ങളെല്ലാം. അപ്പോൾ അമൃത ചിന്ത മാറ്റാനുള്ള പരിപാടി അതിന് പാടില്ല എന്ന് പറയുന്നതല്ല എന്ന് നിങ്ങൾ ആദ്യമായി അംഗീകരിക്കുക. ഇവിടെ പോരാട്ടങ്ങളൊന്നും നടത്തേണ്ടതില്ല. നിങ്ങൾക്ക് വേണ്ടത് തിരിച്ചറിവാണ്. ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നു, അവെയർനെസ്, തിരിച്ചറിവ്, ബോധം, ഇത് മാത്രമാണ് ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഏറ്റവും ലളിതമായ മാർഗം. അപ്പോൾ
ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു 5 സെക്കൻഡ് റൂളാണ്. നിങ്ങൾ അമിത ചിന്തയിൽ വീഴുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം ഉടൻ മനസ്സിൽ പതുക്കെ എണ്ണേണ്ട ഒരു 5 സെക്കൻഡ് റൂൾ. എങ്ങനെയാണെന്നറിയോ? നിങ്ങൾക്ക് മനസ്സിലാവാത്തടത്തോളം എനിക്കൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് ഞാൻ അമിത ചിന്തയിൽ പെട്ടുപോകുന്നു എന്ന് തിരിച്ചറിയുന്ന നിമിഷം നമുക്ക് മാറ്റമുണ്ടാക്കാൻ പറ്റും. നിങ്ങളൊരു അമിത ചിന്തയിൽ പെട്ട ഉടനെ തന്നെ നിങ്ങൾ നേരെ ശ്വാസത്തിലേക്കൊന്ന് ശ്രദ്ധിക്കുക. 5 4 3 2 1 0 എന്ന് എണ്ണുക. 5 4 3 2 1 0 എന്ന് പിറകിലോട്ട് എണ്ണുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ഉടൻ അടുത്തുള്ള ഒരു യാഥാർത്ഥ്യ കാര്യത്തിലേക്ക് കൊണ്ടുവരിക. അത് നിങ്ങളുടെ കൈകൾ നോക്കുന്നതാവാം, കാലുകൾ നോക്കുന്നതാവാം, അടുത്തിരിക്കുന്ന ഒരു പേന നോക്കുന്നതാവാം, പുസ്തകം എടുക്കുന്നതാവാം, മുറിയിലെ ഒരു കസേര നോക്കുന്നതാവാം, ശ്വാസം ഉള്ളിലേക്ക് വരുന്നതും പോകുന്നതും പുറത്തേക്ക് പോകുന്നതും ശ്രദ്ധിക്കുന്നതാവാം. എന്തെങ്കിലും ആവട്ടെ, കോഗ്നിറ്റീവ് ബയാസ് അല്ലെങ്കിൽ സൈക്കോളജി, ന്യൂറോ സയൻസ് പറയുന്നത് ശ്രദ്ധയെ മാറ്റുക, അല്ലെങ്കിൽ ശരീരത്തെ മൂവ്മെന്റ് ചെയ്യുക. നിങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുന്നിടത്ത് അവിടെ നനങ്ങിയാൽ മതി, കൈയൊന്ന് നനയ്ക്കാൽ മതി, കാലൊന്ന് നനയ്ക്കാൽ മതി, എന്തെങ്കിലും ഒരു പ്രവർത്തനം അവിടെ ചെയ്താൽ മാത്രം മതി, ആ സാധനങ്ങൾ പൊക്കളയും. അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിൽ കാലുകൾ നിലത്തൊന്ന് 2 പ്രാവശ്യം ഇങ്ങനെ അടിച്ചാൽ മതി. ഇത്രയും ലളിതല്ലേ? ഇത്രയും ലളിതമായിട്ടുണ്ടായിട്ടും പിന്നെ എന്തിനാണ് നമ്മൾ അമിത ചിന്തയുടെ പിറകെ പോകുന്നത്? അപ്പോൾ ഇതെന്തിനാണ് ചെയ്യുന്നത് എന്നൊരു സാധാരണ ചോദ്യം വരും. എന്താ മൂവ്മെന്റ് ചെയ്തുകൊണ്ട് വ്യത്യാസം വരുന്നത്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? കാരണം അമിത ചിന്ത എന്ന് പറയുന്നത് സാധാരണയായി കഴിഞ്ഞ കാലത്തെയോ വരാനിരിക്കുന്ന കാലത്തെക്കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ കൈ അല്ലെങ്കിൽ ശ്വാസം, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ചുറ്റുമുള്ള വസ്തുക്കൾ, ഇതെല്ലാം എവിടെയാണ് ഇരിക്കുന്നത്? ഇപ്പോഴത്തെ നിമിഷത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ മനസ്സ് പഴയ നിമിഷത്തിലിരിക്കുന്ന മനസ്സിനെ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. വരാനിരിക്കുന്ന നിമിഷത്തിലേക്ക് ഇരിക്കുന്ന മനസ്സിനെ പെട്ടെന്ന് നമ്മൾ ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത് മാത്രമാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ ഇപ്പോഴത്തെ നിമിഷത്തിൽ കൊണ്ടുവരുമ്പോൾ നേരത്തെ പറഞ്ഞ നിങ്ങൾ പെട്ടിരിക്കുന്ന ആ ഒരു ചിന്താവലയം, ആ ലൂപ്പ് അങ്ങ് പൊട്ടിപ്പോകും. ഇത് മനസ്സിലായോ? ഇത് മനസ്സിലായി കഴിഞ്ഞാൽ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് മടങ്ങുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേര് ഈ നിമിഷത്തിൽ നിന്നും ഭാവിയിലെ നിമിഷത്തിലേക്കും ഭൂതകാലത്തെ നിമിഷത്തിലേക്കും പോയിട്ടുണ്ട്? ആരുമില്ലല്ലോ അല്ലേ? നിങ്ങൾ ഇപ്പോൾ ഇവിടെയാണുള്ളത്, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാം, ഞാൻ ഈ നിമിഷത്തിലേക്ക് മടങ്ങുന്നു എന്ന് കമൻറ്റ് ചെയ്തോളൂ, പെട്ടെന്ന് ചെയ്തു. ഇത് നിങ്ങൾ ശ്രദ്ധയോടെ ഇവിടെ ഇരിക്കുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊന്നും നിങ്ങൾ ചെയ്യണം, ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചോളും ബാക്കിയല്ല. ഇത്തരം ലളിതമായ പ്രാക്ടീസിലൂടെ നമ്മൾ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഒരു വിദ്യ ഒന്നുകൂടി പറയട്ടെ. നിങ്ങൾക്ക് പണത്തെ സംബന്ധിച്ചൊരു ആശങ്ക വരുന്നു എന്ന് കരുതുക. ഈ മാസം ഇനി എങ്ങനെ മാനേജ് ചെയ്യും എന്നൊരു ചിന്ത വരുന്നു എന്ന് പറയും. നമ്മളെന്താ പിന്നെ അങ്ങ് പ്ലാനിങ് ആയിരിക്കും നമുക്കല്ലേ? ഉടനെ മനസ്സ് പറയുന്നത് എന്താണെന്നറിയോ? ഇങ്ങനെ പോയാൽ കാര്യം. ബാക്കി ഞാൻ പറയുന്നില്ല, എൻ്റെ വാക്കും ഇതാവേണ്ട ആവശ്യമില്ല. ബാക്കി നിങ്ങൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അങ്ങനെ പോയാൽ എന്താവും? നാളെ കൂടുതൽ വിഷയമാകും മോനെ ദിനേശ എന്ന് പറയും. അപ്പോൾ അത് ആവശ്യമുള്ളതാണോ? എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തുമോ, ഞാൻ പരാജയപ്പെട്ടു പോകുമോ എന്നൊക്കെ ഭീതികൾ വരും. അപ്പോൾ എന്ത് സംഭവിക്കും? എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത്, എന്താണോ നിങ്ങൾ അനുഭവിക്കുന്നത്, അത് തന്നെ സംഭവിക്കും. ഇത് മുഴുവൻ മനസ്സിലാക്കുക. അപ്പോൾ അമിത ചിന്തകൾ കൊണ്ട് പ്രശ്നത്തെ വഷളാക്കാതെ ബോധമായ ശ്രദ്ധ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നതിലേക്കുള്ള ചെറിയ നടപടികളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്. ഇവിടെയാണ് ജീവിതം മാറി തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ വിദ്യ ഒരിക്കൽ ചെയ്താൽ എല്ലാം മാറുമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ മാറ്റാനുള്ള ബോധതലം നിങ്ങൾക്ക് തുറന്നു വെക്കുക. പക്ഷെ ദിവസത്തിൽ പലതവണ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മനസ്സ് പതുക്കെ അത് പഠിക്കാൻ തുടങ്ങും. ഒരു ചിന്ത വന്നാൽ അതിൻ്റെ പിന്നാലെ പോകേണ്ടതില്ലെന്നും മെഡിറ്റേഷൻ പോലുള്ള പ്രോസസ്സുകളിലൂടെ നിങ്ങൾ കടന്നു വന്നപ്പോൾ നിങ്ങൾക്ക് ഇതിനെ മാറ്റിയെടുക്കാനും ഈ ചിന്തകൾക്കൊരു ഇടവേള എടുക്കാനും അതിലൂടെ നിങ്ങൾക്ക് തിരിച്ചു വരാൻ സാധിക്കും.
ഇപ്പോൾ ഇത്തരം വിദ്യകൾ ഞാൻ വളരെ ഈസിയസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ നൽകുന്നതായിരിക്കും. പക്ഷെ നൽകിയത് കൊണ്ട് മാത്രം ജീവിതം മാറി എന്ന്, ക്ലാസ് കേട്ടത് കൊണ്ട് മാത്രം ജീവിതം മാറി എന്നല്ല. നിങ്ങൾ എത്തിയിരിക്കുന്ന ഈ പ്രവേശന വാതിൽ നിങ്ങൾ തുറക്കുക. അമിത ചിന്ത വർഷങ്ങളായി ശീലമായുള്ള നിങ്ങളുടെ കൂട്ടുകാർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾക്ക് ഇതൊന്ന് അയച്ചു കൊടുത്ത് അവരോടും പ്രാക്ടീസ് ചെയ്യാൻ പറയുക. എന്നിട്ട് അവർക്ക് എന്ത് മാറ്റമുണ്ടായി എന്നുകൂടി നിങ്ങൾ കേൾക്കുക. അപ്പം നിങ്ങൾക്കും അവർക്കും മാറ്റമുണ്ടാവുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കും. അപ്പോൾ മനസ്സ് പഴയ രീതിയിലേക്ക് പോകുമ്പോൾ അപ്പോൾ നമുക്ക് ഓർമ്മ വരുതാ, ഇത് ഞാൻ ചെയ്തത് കൊണ്ട് എനിക്ക് മാറ്റമുണ്ടായി, അവർക്ക് മാറ്റമുണ്ടായി, അവരും മാറ്റമുണ്ടായി, അപ്പോൾ എനിക്കും ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം എന്ന് പറഞ്ഞ് രാവിലെയും രാത്രിയും ഉച്ചക്കുമൊക്കെ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കുക. എല്ലാം നിങ്ങൾക്ക് ആഴത്തിൽ പഠിക്കണം. ഇതിന് കൃത്യമായി ഇതിൻ്റെ എല്ലാ ശാസ്ത്രീയ വശങ്ങളും ഇതെങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ആഴത്തിലൊക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ അറിയാമല്ലോ, നമ്മുടെ ചാനലിൽ ഒരുപാട് ഇതുപോലുള്ള ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. പരിശീലനം എല്ലാ ദിവസവും നടത്തുന്നുണ്ട്. രാവിലെയും ഉച്ചക്കും വൈകിട്ടും രാത്രിയും ഒക്കെ നമ്മൾ സെഷൻസ് വെച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശീലനങ്ങൾ വളരെ ലളിതമാണ്. പക്ഷെ പരിശീലനത്തിന് തയ്യാറാവുന്ന നിങ്ങളുടെ മനസ്സിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അതിന് നിങ്ങൾ തയ്യാറാവുന്ന നിമിഷം, ഇത് തിരിച്ചറിയുന്ന നിമിഷം, ഞാൻ മാറാൻ റെഡിയാണ്, എനിക്കിത് മാറ്റണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ഒന്നുകൂടി പറഞ്ഞുതരാം. ഇന്നത്തെ പരിശീലനം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത്രമാത്രം വളരെ ലളിതമാണ്. ഇന്നത്തെ ദിവസം മുഴുവൻ എന്തെങ്കിലും ചിന്തകൾ വരുമ്പോൾ ഈ ഘട്ടങ്ങൾ ആവർത്തിക്കുക. 3 ഘട്ടങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നിങ്ങൾ അമിത ചിന്ത വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. രണ്ടാമതായി 5 നിന്നും 0 വരെ എണ്ണുക. മൂന്നാമതായി ഈ നിമിഷത്തിലേക്ക് മടങ്ങുക. നിങ്ങളുടെ ശ്വാസത്തിലേക്ക്, കൈകളിലേക്ക്, ശരീരത്തിലേക്ക്, വസ്തുവിനെ ശ്രദ്ധിച്ചുകൊണ്ട് നിമിഷത്തിലേക്ക് മടങ്ങുക. ഇത് കുറഞ്ഞത് നിങ്ങൾ ഒരു 5 തവണയെങ്കിലും ഇന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് രാത്രി ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ്, 30 minutes ബിഫോർ, നിങ്ങൾ വീണ്ടും ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട്, ചാനലിൽ വീഡിയോന് താഴെ വന്നിട്ട് എഴുതുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റത്തിന് തയ്യാറായിരിക്കുന്നു എന്ന്. അപ്പോൾ നാളത്തെ ദിവസം നമുക്ക്, അല്ലെങ്കിൽ ഞാൻ എഴുതുക, ഞാൻ അമിത ചിന്തയിൽ നിന്ന് തിരിച്ചു വരാൻ പഠിക്കുന്നു എന്ന്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേട്ടതുകൊണ്ടും ക്ലാസ് കേട്ടതുകൊണ്ടും മാത്രം വെറുതെ ഇരിക്കരുത്, സൂക്ഷിച്ചു വെക്കുക. കാരണം ഇത് എപ്പോഴാണ് അമിത ചിന്ത വരുന്നതെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല അല്ലേ. ആ സമയത്തേക്ക് നിങ്ങൾക്ക് വീഡിയോ അന്വേഷിച്ചാലൊന്നും കിട്ടത്തില്ല. അത് പ്രാക്ടീസ് ഓർമ്മയുണ്ടാവില്ല. പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എഴുതി വെച്ച പോലെ പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ കേട്ട് അതുപോലെ പുസ്തകത്തിൽ എഴുതി വെക്കുക. ഇല്ലെങ്കിൽ വീഡിയോ നിങ്ങളൊരു സേവ് ചെയ്ത് വെക്കുക, അമിത ചിന്ത എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ വീണ്ടും ഒന്ന് കേൾക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് മെഡിറ്റേഷൻസ് കാര്യങ്ങൾ നമ്മൾ ഇതുമായി തന്നിട്ടുണ്ട്. അതും നിങ്ങൾ സേവ് ചെയ്ത് വെച്ച് നിങ്ങൾക്ക് ആവശ്യത്തിൽ ഉപയോഗിക്കുക. ചില വീഡിയോസുകൾ കാണാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളതാണ് എന്ന് തിരിച്ചറിയുക. അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ സ്പർശിച്ചുവെങ്കിൽ, ഇത് ഗുണകരമായി മാറിയെങ്കിൽ, ഇതേ അവസ്ഥയിൽ കടന്നു പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി അയച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുക, നിങ്ങളുടെ വീട്ടിലെ മറ്റൊരാൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ആ പങ്കുവെക്കൽ ഒരാളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് തുടക്കമായെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ആൾക്കാർക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സഹായം എന്ന് തീരുമാനിക്കുക, മനസ്സിലാക്കുക. രാത്രി ഉറങ്ങാതെ ചിന്തിച്ച് കിടക്കുന്ന ഒരാൾക്ക്, പ്രവാസ ലോകത്തിൽ ഏകാന്തതയിൽ അനുഭവിക്കുന്ന നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, ഭാവിയെക്കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്ന, ജോലി അന്വേഷിക്കുന്ന ഒരാൾക്ക്, കുടുംബസമ്മർദ്ദം കൊണ്ട് ഉള്ളിൽ തകർന്നിരിക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക്, പഠനത്തിൽ പെട്ടുപോയ വിദ്യാർത്ഥികളായ നമ്മുടെ കൊച്ചു മക്കൾക്ക്, ഇവരുടെയൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ പറയുക. അപ്പോൾ 90 ദിവസത്തെ യാത്ര, സന്തോഷപൂർവമായ യാത്ര നമുക്ക് എല്ലാവർക്കും ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകാം. ചാനലിൽ വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ വരുന്ന വീഡിയോസ് പ്രാക്ടീസ് ചെയ്യുക. ഓരോ ദിവസത്തെയും പ്രഭാതത്തെ എങ്ങനെ സ്വന്തമാക്കാമെന്നത് നാളത്തെ ദിവസത്തിൽ നമുക്ക് പഠിക്കാം. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. മനസ്സിനെ അറിയുക, ജീവിതത്തെ ആസ്വദിക്കുക. നിങ്ങളോടൊപ്പം ഞാൻ ദിനേശ് മുങ്ങർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ.